ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതിലെ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മാറ്റർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽസ് വിച്ച് സയൻറ്റിസ്റ്റ് ഹാവ് നെയിംഡ് മാറ്റർ. അതായത് ഈ യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ മാറ്റർ എന്ന് പറയും. അതായത് എനിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് മാറ്റർ. അതായത് ഏതൊരു ഫിസിക്കൽ തിങ് ആണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ഏത് ഫിസിക്കൽ തിങ് ആണെങ്കിലും അതിനെ നമ്മൾ മാറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും തന്നെയുള്ള എയർ, ഫുഡ്, ക്ലൗഡ്സ്, സ്റ്റാർസ്, പ്ലാന്റ്സ്, ആനിമൽസ്, വാട്ടർ, സാൻഡ്, ഇതെല്ലാം എന്ത് തന്നെയാണ്? മാറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് മാറ്ററിനെ കുറിച്ചുള്ള എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. ഏതൊരു വസ്തുവും എന്താണ്? അതിനൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നു, അതൊരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനൊരു മാസ് ഉണ്ടെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? അത് മാറ്ററാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം സ്പേസിന് പകരം നമുക്ക് വോളിയം എന്നും ചില ഡെഫിനിഷൻസിലും ഉണ്ട്. ഓക്കെ, എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് വോളിയം ആൻഡ് ഹാസ് മാസ്, ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മാറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പണ്ട് കാലങ്ങളിൽ, അതായത് നമ്മുടെ പഴയ ഇന്ത്യൻ ഫിലോസഫേഴ്സ് മാറ്ററിനെ 5 ബേസിക് എലമെൻറ്റ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തന്നെയാണിത്, പലരും കേട്ടിട്ടുള്ളതാണ്. പഞ്ചഭൂതങ്ങളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പഞ്ചതത്വ എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. 5 ബേസിക് എലമെൻറ്റ്സ് ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ എയർ, സെക്കൻഡ് എർത്ത്, പിന്നെ ഫയർ, നാലാമത് സ്കൈ, ദെൻ വാട്ടർ. എയർ, എർത്ത്, ഫയർ, സ്കൈ ആൻഡ് വാട്ടർ, ഇങ്ങനെ 5 ബേസിക് എലമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ മാറ്ററിനെ നമ്മുടെ പണ്ടത്തെ ഇന്ത്യൻ ഫിലോസഫേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം പഴയ പുരാതന കാലം മുതലുള്ള ഗ്രീക്ക് ഫിലോസഫേഴ്സും ഏകദേശം ഈ സിമിലർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തന്നെയാണ് മാറ്ററിനെ കുറിച്ച് അവരും പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെ അത് കാലങ്ങൾ കഴിഞ്ഞ് പോന്നപ്പം നമ്മുടെ മോഡേൺ ഡേ സയൻറ്റിസ്റ്റുകൾ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് മാറ്ററിനെ കൊണ്ടുവന്നത്. ദേ ഇവോൾവ് 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അവർ മുന്നോട്ട് വെച്ചു. ഒന്ന്, ദേ ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അവർ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട്, രണ്ടാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആ മാറ്ററിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഏതാണ്? നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള, മാറ്ററിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് നമുക്കിനി പഠിക്കാനുള്ളത് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം മാറ്ററിൻ്റെ ഫിസിക്കൽ നേച്ചറിനെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ മാറ്ററിനെ കുറിച്ച് കുറേ എക്സാമ്പിൾസ് പറഞ്ഞു. പ്ലാന്റ്സ്, ആനിമൽസ്, സ്റ്റാർസ്, അങ്ങനെ ഏതായാലും ആ വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അതായത് എല്ലാം മാറ്ററാണ്. ആ മാറ്റർ എന്താണ്? പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാം. അതായത് അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ മാറ്ററും എടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ വസ്തുവിനെ നമ്മൾ പാർട്ടിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 1.1 ഇതിനെക്കുറിച്ച് നമുക്ക് ആ ആക്ടിവിറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 1.1. ഓക്കെ, അതിനകത്ത് പറയുന്നത് ഈസ് മാറ്റർ കണ്ടിന്യൂസ് ഓർ പർട്ടിക്കുലേറ്റ്. അതായത് മാറ്റർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ പർട്ടിക്കുലർ? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോങ് ലോഗ് ഓഫ് വുഡ് പോലെ, അതായത് ഒരു തടിക്കഷ്ണം പോലെ കണ്ടിന്യൂസ് ആണോ? അതോ സാൻഡ് പാർട്ടിക്കിൾസ് പോലെ ഇങ്ങനെ പർട്ടിക്കുലേറ്റ് ആണോ? സാൻഡ് പാർട്ടിക്കിൾസ് പോലെയാണോ മാറ്റർ ഇരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റി വെച്ചിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സകല ആക്ടിവിറ്റീസും നോക്കണം. ഒരു ആക്ടിവിറ്റി പോലും സ്കിപ്പ് ചെയ്യരുത് ഈ ചാപ്റ്ററിൽ.
ചിലപ്പോൾ ആക്ടിവിറ്റീസിൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സ്കൂളിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 1.1 ആക്ടിവിറ്റിയിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബീക്കറിൽ 100 ml വെള്ളം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ലെവൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലെവൽ നോട്ട് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഒന്നല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട്, ഏതെങ്കിലും ഒരെണ്ണം, ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഓക്കെ, ഇത് നമ്മൾ ഡിസോൾവ് ചെയ്യുകയാണ്. ഷുഗറോ അല്ലെങ്കിൽ സോൾട്ടോ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിസോൾവ് ചെയ്തു. ഓക്കെ, ഈ ഡിസോൾവ് ചെയ്ത സമയത്ത് നമ്മൾ എന്താണ് അവിടെ ഒബ്സർവ് ചെയ്തത്? ഈ വാട്ടർ ലെവൽ എന്താണ് ചേഞ്ച് ചെയ്തിട്ടില്ല. ദ വാട്ടർ ലെവൽ ഡസ് നോട്ട് ചേഞ്ച്. അതുപോലെ തന്നെ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു ഒബ്സർവേഷൻ നമ്മൾ കണ്ടത്, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ എന്താണ് ത്രൂ ഔട്ട് ഈ വാട്ടറിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ടറിൽ ത്രൂ ഔട്ടായിട്ട് ഈ സോൾട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ വാട്ടർ ലെവൽ ചേഞ്ച് ആവാത്തത്? ഓക്കെ, വാട്ടർ ലെവൽ ചേഞ്ച് ആവാത്തത്, ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഉറപ്പായിട്ടും വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇടയിൽ സ്പേസസ് ഉണ്ട്. ഈ സ്പേസസിലേക്കാണ് എന്ത് കയറിയത്? നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ കയറിയത്. ഓക്കെ, ദ പാർട്ടിക്കിൾസ് ഓഫ് ദ സോൾട്ട് ഗെറ്റ് ഇൻ ടു ദ സ്പേസസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ. The particles of the salt gets into the space between the particles of water. വാട്ടർ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലേക്കാണ്, ഈ സ്പേസിലേക്കാണ് അവരെന്ത് ചെയ്തത്? ഈ സോൾട്ടിൻ്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കയറിയിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞു എന്താണ്, ഈ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സോൾട്ട് അല്ലെങ്കിൽ എന്താണ് ഷുഗർ വാട്ടർ ത്രൂ ഔട്ട് അത് സ്പ്രെഡ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓക്കെ, മാറ്റർ ഒരു പർട്ടിക്കുലർ നേച്ചറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കണം. വായിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കണം. ഓക്കെ, അപ്പോൾ മാറ്റർ ഈസ് മെയ്ഡ്, ഇപ്പോൾ മെയിൻ പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ എന്നുള്ളതാണ്. അതായത് പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്താണ്? വളരെ ചെറുതാണ്. ദേ ആർ സ്മോൾ ബിയോണ്ട് അവർ ഇമാജിനേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തൊരു അടുത്ത ആക്ടിവിറ്റി 1.2 പറയുന്നുണ്ട്. ഒരു എന്താണ് 100 ml വാട്ടർ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2-3 ക്രിസ്റ്റൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ എന്ത് നമുക്ക് ഉപയോഗിക്കാം? ഡെറ്റോളോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫെബുലർ ആയിട്ടുള്ള ഉജാലയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ജസ്റ്റ് ആ കളർ വേരിയേഷൻ ഒന്ന് കാണണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു 100 ml വാട്ടർ ഞാനൊരു ബീക്കറിൽ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിലേക്ക് ഞാൻ എന്താണ് 2-3 ക്രിസ്റ്റൽസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ആ കളറ് ആ സൊല്യൂഷൻ ത്രൂ ഔട്ട് ഇങ്ങനെ സ്പ്രെഡാവും. ഓക്കെ, ഇതിൽ നിന്ന് ഞാനൊരു 10 ml സൊല്യൂഷൻ എടുത്തു. ഓക്കെ, ഇതിൽ നിന്ന് ഞാനൊരു 10 ml സൊല്യൂഷൻ എടുത്തിട്ട് തൊട്ടടുത്ത ബീക്കറിൽ ഞാൻ കുറച്ച് എന്താണ് ഒരു 90 ml വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു 10 ml. അപ്പം ഇവിടെ കളറ് സ്പ്രെഡ് ചെയ്ത് എല്ലാം ത്രൂ ഔട്ട് എന്താണ് ഒരു സ്പ്രെഡ് ചെയ്തിരുന്ന ഈ സൊല്യൂഷനിൽ നിന്ന് ഞാൻ എന്താണ് ഒരു 10 ml എടുത്തിട്ട് ഈ 90 ml വാട്ടറിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും എന്താണ് ഈ കളറ് ഇവിടെയും ഈ ബീക്കർ ത്രൂ ഔട്ടിരിക്കുന്ന വെള്ളത്തിൽ ത്രൂ ഔട്ട് അതെന്ത് ചെയ്യും? സ്പ്രെഡാവും. ഓക്കെ, അത് ഡൈല്യൂട്ടഡ് ആവും. ദെൻ ഇവിടുന്ന് വീണ്ടും ഈ എന്താണ് ഇവിടെ ഒരു ഡൈല്യൂഷൻ കംപ്ലീറ്റ് ആയി. ഈ ഡൈല്യൂഷൻ കംപ്ലീറ്റ് ആയതിൽ നിന്ന് ഞാൻ വീണ്ടും ഒരു 10 ml എടുത്ത് ഈ ബീക്കറിലേക്ക് ഒഴിച്ചു. ഇവിടെയും എന്ത് സംഭവിക്കും? ആ കളറ് സ്പ്രെഡാവും. സോ ഓരോ ഡൈല്യൂഷന് ശേഷവും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കളറ് ലൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ആയാലും നമുക്ക് എന്താണ് അത് വിസിബിളാണ് അല്ലേ? ഡൈല്യൂഷൻ നടന്ന് ശേഷവും കളറ് ലൈറ്റ് ആയാലും നമുക്കത് വിസിബിളാണ്. ഓക്കെ, അതിങ്ങനെ ഞാൻ എന്താണ് 10 ml എടുത്ത് ഓരോ തവണ ഡൈല്യൂഷന് ശേഷവും നമ്മൾ കാണുന്നത് എന്താണ് കളറ് ലൈറ്റ് ആയാലും നമുക്ക് വിസിബിൾ ആവുന്നത് കാണാം. സോ ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദാറ്റ് there must be millions of tiny particles in one crystal. ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത ഒരു ക്രിസ്റ്റലിൽ തന്നെ എന്താണ് ഒരുപാട് ടൈനി പാർട്ടിക്കിൾസ്, മില്യൺസ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെന്ത് ചെയ്യും? ഈ ടൈനി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുകയാണ്? അവരുടെ
അവരെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടതും എന്താണ്, അവർ ഡിവൈഡ് ചെയ്ത് വിച്ച് കീപ്സ് ഓൺ ഡിവൈഡിങ് ദംസെൽസ് ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ്. എന്താണ്, വീണ്ടും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് എന്താണ് അവർ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ തവണത്തെ ഡൈല്യൂഷൻ നടക്കുമ്പോഴും അവരുടെ പാർട്ടിക്കിൾസ് വീണ്ടും ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. സോ അതാണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ഈ മാറ്ററിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ദേ ആർ സ്മോൾ ബിയോണ്ട് അവർ ഇമാജിനേഷൻ. അപ്പം ഈ പോയിൻ്റ് മറക്കരുത്, ഇത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ. അപ്പോൾ ആക്ടിവിറ്റി വീണ്ടും 1.2 ഉണ്ട്, അത് വായിച്ചു നോക്കണം. എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം കൊടുത്തേക്കുന്നത്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പക്ഷെ നന്നായിട്ട് വായിച്ചു വെക്കണം നിങ്ങൾ. ഓക്കെ, ഇവിടെ അടുത്ത നമുക്ക് പഠിക്കാനുള്ള പോയിൻ്റ്, പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അതായത് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ, ഒരു മാറ്ററിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഒരുപാട് സ്പേസ് ഉണ്ടെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇത് എന്താണ് നമ്മൾ ആക്ടിവിറ്റി 1.1ലും 1.2ലും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. നമ്മൾ കണ്ടത് എന്താണ്, വെള്ളത്തിൽ നമ്മൾ ഷുഗർ, സോൾട്ട് അല്ലെങ്കിൽ എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ ഡെറ്റോൾ ഇത് ആഡ് ചെയ്തപ്പോഴെന്താണ്, ഇതെല്ലാം വാട്ടറിൽ ഈവനായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇങ്ങനെ ഈവനായിട്ട് ആവുകയും ചെയ്തു. എന്താണ്, ഇതിൻ്റെ വാട്ടർ ലെവലിനൊരു വ്യത്യാസം നമ്മൾ കണ്ടതുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടൊന്ന് മനസ്സിലാക്കാം, ഈ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സോൾട്ട് അല്ലെങ്കിൽ ഷുഗറിൻ്റെ പാർട്ടിക്കിൾസ് ഈവനായിട്ട് അതിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയെന്നും അത് പോയത് ഇങ്ങോട്ടാണ്, ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ വാട്ടർ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്കാണ് ഇവർ കയറിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഹിയർ ദ പാർട്ടിക്കിൾസ് ഓഫ് വൺ ടൈപ്പ് ഓഫ് മാറ്റർ, അതായത് നമ്മളിപ്പം എന്താണ് ആഡ് ചെയ്ത് വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് എന്താണ്, ഷുഗറോ സോൾട്ടോ എന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, ഹിയർ ദ പാർട്ടിക്കിൾസ് ഓഫ് വൺ ടൈപ്പ് ഓഫ് മാറ്റർ ഗെറ്റ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് അതർ. അതായത് ഒരു ടൈപ്പ് മാറ്ററിലെ പാർട്ടിക്കിൾസ് നേരെ അതിൻ്റെ മറ്റൊരു പാർട്ടിക്കിളിൻ്റെ സ്പേസിലേക്കാണ് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദർ ഇസ് ഇനഫ് സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. അപ്പോൾ എന്താണ്, അതിൻ്റെ ഇടയിൽ ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തത്, ഇതിൻ്റെ സ്പേസിൻ്റെ ഇടയിലേക്ക് നമുക്ക് കയറിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ലിമിറ്റഡ് സ്പേസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ലിമിറ്റഡ് എമൗണ്ടിലാണ് ഈ ഒരു ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ വാട്ടർ ലെവൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. പക്ഷേ അതിന് പകരം നമ്മൾ ആ ലിമിറ്റഡ് എമൗണ്ടിന് അപ്പുറത്തേക്ക് ആയി കഴിയുമ്പോൾ എന്ത് പറ്റും, വാട്ടർ ലെവൽ ഉറപ്പായിട്ടും റൈസ് ചെയ്യും. ഓക്കെ, കാരണം എന്താണ്, ആ സ്പേസസ് കംപ്ലീറ്റ് ഈ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ കയറി ഫില്ലായിട്ട് അതിൻ്റെ വാട്ടർ ലെവൽ റൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ അടുത്ത പോയിൻറ്റും മറക്കരുത്, the particles have space between them. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്നാണ്. അതായത് മാറ്ററിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ്ലി മൂവിങ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ പറയാൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2-3 ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസിൽ 2 ഞാൻ ഇപ്പോൾ പറയാം, അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു റൂമിൻ്റെ ഞാൻ ഇപ്പോൾ ഒരു അഗർബത്തി, അഗർബത്തി ഞാൻ റൂമിൻ്റെ ഒരു കോർണറിൽ വെച്ച് കത്തിച്ചു. പെട്ടെന്ന് എന്ത് ചെയ്യും, അതിൻ്റെ സ്മെൽ ആ റൂം ഫുള്ളായിട്ട് നമുക്ക് കിട്ടും അല്ലേ. അതേസമയം ഞാൻ കത്തിക്കാത്ത ഒരു അഗർബത്തിയാണ് അവിടെ വെക്കുന്നതെങ്കിൽ നമുക്കിതേപോലെ സ്മെല്ല് കിട്ടും? ഒരിക്കലുമില്ല. കാരണം കത്തിച്ച അഗർബത്തിയിൽ നിന്ന് വരുന്ന ഗ്യാസ് പാർട്ടിക്കിൾസാണ് വരുന്നത്. കത്തിച്ച അഗർബത്തി പ്രത്യേകം ശ്രദ്ധിക്കണേ, ഞാൻ അത് കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഗ്യാസ് പാർട്ടിക്കിൾസ് വരുന്നത്. അതാണ് ആ റൂം ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് സ്മെല്ല് കിട്ടിയത്. ഓക്കെ, അപ്പോൾ കത്തിക്കാത്ത ഒരു അഗർബത്തിയിൽ നിന്ന് ഇതേപോലെ സ്മെല്ല് വരത്തില്ല. സോ കത്തിച്ച അഗർബത്തിയിൽ നിന്ന് വരുന്ന ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, പെട്ടെന്ന് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇത് മുറി ഫുള്ള് സ്പ്രെഡാകുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കുക എന്താണ്, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്ന് നമുക്ക് പറയുമ്പം അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ആക്ടിവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പം 2 ബീക്കർ എടുക്കുക. ഓക്കെ, ഒരു ബീക്കറിൽ ഞാൻ ഹോട്ട് വാട്ടറും വേറൊരു ബീക്കറിൽ ഞാൻ കോൾഡ് വാട്ടറുമാണ് എടുത്തത്. ഓക്കെ, ഒന്നിൽ ഹോട്ട് വാട്ടറും ഒന്നിൽ കോൾഡ് വാട്ടറും എടുത്തു. ഇതിലേക്ക് ഞാൻ കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽസ് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ രണ്ടിലും ആഡ് ചെയ്തതിന് ശേഷം സ്റ്റിർ ചെയ്യാതെ, അതായത് ഇളക്കാതെ ഞാൻ ഇളക്കാതെ മാറ്റിവെച്ചു. ഓക്കെ, അപ്പം ഒരു ബീക്കറിൽ ഞാൻ ഹോട്ട് വാട്ടറും ഒരു ബീക്കറിൽ ഞാൻ കോൾഡ് വാട്ടറുമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് രണ്ടിലും ഞാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ എന്താണ് നമ്മുടെ ഒബ്സർവേഷൻ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെന്ത് സംഭവിക്കും? മിക്സ് ആവാൻ തുടങ്ങും. അതായത് പതുക്കെ പാർട്ടിക്കിൾസ്, നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ്ലി മൂവിങ് ആണെന്ന് പറഞ്ഞു, പതുക്കെ എന്ത് ചെയ്യും? കളറ് ഫുൾ ത്രൂ ഔട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഇതിലേതിലായിരിക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്? ഉറപ്പായിട്ടും ഏതിലായിരിക്കും? ഹോട്ട് വാട്ടറിലായിരിക്കും. ഈ ബീക്കറിലായിരിക്കും നമ്മുടെ മിക്സിങ് പെട്ടെന്ന് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഈ 2 ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഒന്ന്, പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്നാണ്. ഇത് മൂവ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഓരോ പാർട്ടിക്കിളും അവർ ഓരോ എനർജി പൊസസ് ചെയ്യുന്നുണ്ട്. ആ എനർജിയെ നമ്മൾ കൈനറ്റിക് എനർജി എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരാം, എന്താണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ ഉള്ളത്. ഇപ്പം തൽക്കാലം പാഠത്തിനകത്ത് നമുക്ക് പറയാനുള്ളത്, ഓരോ പാർട്ടിക്കിൾസും എന്ത് പൊസസ് ചെയ്യുന്നുണ്ട്? അവർക്കൊരു കൈനറ്റിക് എനർജി, അവർക്കൊരു എനർജി ഉണ്ട്, കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഈ കൈനറ്റിക് എനർജി ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 ആക്ടിവിറ്റിക്കകത്ത് ഞാൻ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഞാൻ കൂട്ടിക്കൊടുത്തു. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയപ്പോഴാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റായത്. ആദ്യത്തെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പം ഉറപ്പായിട്ടും എന്ത് ചെയ്യും? കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യും. അതായത് ഞാൻ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ ഇവർക്കിടയിലുള്ള കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ഓരോ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അതനുസരിച്ച് എന്ത് ചെയ്യും? പാർട്ടിക്കിളിൻ്റെ മോഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഫാസ്റ്റാവും. അപ്പോൾ എന്ത് ചെയ്യും? റേറ്റ് ഓഫ് മിക്സിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതും ഈ ഒരു പോയിൻ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പരീക്ഷയ്ക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ്, ചോദിക്കാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ബേസാണ്, അറിഞ്ഞിരിക്കണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യും. അതനുസരിച്ച് എന്ത് ചെയ്യും? പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റും ഫാസ്റ്റായിട്ട് നടക്കും. നല്ല വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പോർഷൻ നന്നായിട്ട് വായിക്കണം. ഓക്കെ, ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? മാറ്ററിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ ഇൻ്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന്. അതായത് പാർട്ടിക്കിൾസിൻ്റെ ഇൻ്റർമിക്സിങ് അവിടെ നടക്കുന്നുണ്ട്. 2 ടൈപ്പ് പാർട്ടിക്കിൾസ്, 2 ടൈപ്പ് മാറ്ററിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഇൻ്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ ഓൺ ദെയർ ഓൺ ഇസ് കോൾഡ് ഡിഫ്യൂഷൻ. 2 ഡിഫറെൻറ്റ് മാറ്റേഴ്സിൻ്റെ പാർട്ടിക്കിൾസ് തനിയെ ഇൻ്റർമിക്സ് ആകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതും പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡിഫ്യൂഷൻ എന്നുള്ളതും പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ട് അതും നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ടോ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് എക്സാംസിന്, സ്കൂളിലെ എക്സാംസിനൊക്കെ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസാണ്, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റുകളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആവും. ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആകുമ്പം നമ്മുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് പെട്ടെന്ന് ഡിഫ്യൂഷൻ നടക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ്റെ റേറ്റും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്നുള്ളത്. എക്സാംസിനും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് ആക്ടിവിറ്റി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് ആക്ടിവിറ്റീസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ആക്ടിവിറ്റീസ് എല്ലാം വായിച്ച് തന്നെ വയ്ക്കണം.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്റ്റ് ഈച്ച് അതർ എന്നുള്ളതാണ്. ഓക്കെ, അതായത് എന്താണ് പാർട്ടിക്കിൾസ്, ഓരോ മാറ്ററിൻ്റെയും പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു അയൺ നെയിൽ എടുക്കാം. ഒരു അയൺ നെയിലും പിന്നെ ഞാനൊരു ചോക്ക് പീസും ഞാനെടുത്തു. ഓക്കെ, ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിലേതായിരിക്കും പെട്ടെന്ന് ബ്രേക്ക് ആവുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നത് ആരായിരിക്കും? ചോക്കായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ അയൺ നെയിൽ ബ്രേക്ക് ആവാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിനിടയിലുള്ള പാർട്ടിക്കിൾസ്, അതായത് അയൺ നെയിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഓരോ പാർട്ടിക്കിളിൻ്റെ ഇടയിലും എന്താണ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദം. ഈ ഫോഴ്സാണ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്ത് ചേർത്ത് നിർത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ചോക്ക് പാർട്ടിക്കിൾസിൽ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്, കുറവായിരിക്കും. അയൺ നെയിലിനെ അപേക്ഷിച്ച് എന്താണ്, ചോക്കിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാം, ദ സ്ട്രെങ്ത് ഓഫ് ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേരീസ് ഫ്രം വൺ കൈൻഡ് ഓഫ് മാറ്റർ ടു അനദർ. ഓരോ എന്താണ് ടൈപ്പ് മാറ്റർ മാറുന്നതനുസരിച്ച് അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇത് നമ്മൾ അടുത്ത സെക്ഷൻ പഠിക്കുമ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്, നമ്മൾ ഇനി അടുത്തൊരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ അടുത്ത സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ഈ പറഞ്ഞ 4-5 പോയിൻറ്റ്സ് എല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം, എന്നാലേ നമുക്കത് ആ ഒരു സെക്ഷൻ പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ബേസാണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് the strength of this force of attraction varies from one kind of matter to another. ഒരു മാറ്ററും രണ്ട് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ മാറുന്ന അനുസരിച്ച് അവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷനും വേരി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച പോയിൻറ്റ്സൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ് നമ്മൾ എന്താ പഠിച്ചത്, മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു. മറക്കരുത്, ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിൻ്റ് ചിലപ്പോൾ എന്താണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഒരു ബ്ലൂ ലെറ്റേഴ്സിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെക്സ്റ്റിനുള്ളിൽ. ആ ക്വസ്റ്റ്യൻസ് മിക്കവാറും എന്താണ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിലുള്ള ഒരു 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് ഈ പോയിൻറ്റുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, എന്താണ് ഫസ്റ്റ് പോയിൻ്റ്, മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു, മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്നായിരുന്നു. സെക്കൻഡ് പോയിൻ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ. തേർഡ് പോയിൻ്റ് എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ, പാർട്ടിക്കിൾസ് ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അടുത്തത് ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. ഇതാണ് നമ്മൾ അവസാനമായിട്ട് പഠിച്ചത്. ഇതിൽ ഒരു പോയിൻറ്റും മറക്കരുത്, എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഈ 4 പോയിൻറ്റും എഴുതി വെക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ല, പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പോർഷനാണിത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇപ്പോൾ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞ് സെക്ഷൻ, നമുക്കിപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു കുഞ്ഞ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ നിങ്ങൾക്കറിയാം. 4 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ 2ാമത്തെ ക്വസ്റ്റ്യനും 4ാമത്തെ ക്വസ്റ്റ്യനുമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഈ സെക്ഷനിൽ നിന്ന്. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ പഠിക്കണം. ഇതെല്ലാം എക്സാമിന് മാറി മാറി ചോദിക്കുന്നതാണ്. ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ വേണം നിങ്ങളത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിനി അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ അതൊന്ന് നോക്കി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുകയോ കമൻസ് ആയിട്ടോ അറിയിക്കണം. ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.